ഹായ് ഫ്രണ്ട്സ്, ഇത് വളരെ എളുപ്പത്തിലും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ഐറ്റം തന്നെയാണ്. അതും ഗോൾഡ് ഫിഷാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരു പ്ലെയിൻ ബൈൻഡ് അത് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അതിലൊരു ഫിഷിൻ്റെ ഷേപ്പ് ഗോൾഡ് ഫിഷ് നമുക്ക് കുറച്ചുകൂടി ചെറുതാണ്, ഇത് കുറച്ച് വലുപ്പമായിപ്പോയി. ഞാൻ അതിനെ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മളിതായി വെറും സാറ്റൻ റിബണിൻ്റെ യെല്ലോ കണ്ടില്ലേ, ഗോൾഡൻ കളറിൽ റിബണാണ്. അത് കട്ട് ചെയ്ത് ഇത് നമ്മൾ ആ ടെയിലിന് കുറച്ച് നീളത്തിലും ഭംഗിയുമായിട്ട് എടുക്കാനായിട്ട് ഞാനൊരു ആറ് പീസുകൾ, 6 നീളത്തിലുള്ള പീസുകളാണ്. മോൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അവനൊന്നും ചെയ്യാനില്ലെങ്കിൽ അവന് ഭയങ്കര ബോറിങ്ങാണ്. അപ്പോൾ അവനെ ഇങ്ങനെ കാണിക്കുമ്പോൾ അവന് ഭയങ്കര ആക്റ്റീവാണ്, അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എടുക്കാനും. ഇന്നിപ്പോൾ ഇത് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒന്നും തന്നെ ഇല്ല, എനിക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളായിരുന്നു. അപ്പം ഇതാണ് റിബൺ, കണ്ടില്ലേ, നീളത്തിലുള്ള ഒരു 6 പീസസ് ഞാൻ കട്ട് ചെയ്ത് അതിനെ ആ ഒരു പീസിന് ടെയിൽ നല്ല വളഞ്ഞ് ചുരുണ്ട് കിടക്കുന്ന ഒരു ടെയിലായി കട്ട് ചെയ്യണമെങ്കിൽ നീളത്തിലുള്ള കുറച്ച് നീളത്തോടുകൂടി കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ടില്ലേ, കട്ട് ചെയ്തിടുന്ന ആ ഷേപ്പ് കണ്ടില്ലേ, ഒരു ഭാഗം നേർത്തതും ഒരു ഭാഗം കുറച്ച് വീതിയോടുകൂടിയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഒരു റിബണിൽ തന്നെയാണ് 2 ആക്കി കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. കണ്ടില്ല, ഒരു സൈഡ് നേർത്ത ഭാഗവും ഒരു സൈഡ് വീതിയുള്ള ഭാഗവും കണ്ടില്ല, അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പം. ഇനിയെന്ന് വെച്ചാൽ ഇത് ആ ഒരു അതിൻ്റെ ആ ഒരു ഗോൾഡ് ഫിഷിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുന്ന പോർഷൻ എങ്ങനെ മടക്കിയെടുക്കുക എന്നുള്ളതാണ്. ചെറിയ ഒരു പീസ് സാറ്റൻ റിബൺ എടുത്ത് ട്രയാങ്കിളായിട്ട് മടക്കി അതിന് വീണ്ടും ആ 2 കൂർത്ത ഭാഗം ഒന്നും കൂടി മടക്കി എടുത്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുക. ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു 10-15 എണ്ണം നമ്മൾ ചെയ്തിട്ടതിന് ശേഷം വേണം ഇതെല്ലാം ഒട്ടിച്ച് പെട്ടത്. വളരെ എളുപ്പവും ചെയ്യാനെങ്കിൽ കാണാൻ നല്ല ഭംഗി. സാറ്റൻ റിബണിൻ്റെ ഒരു പ്രത്യേക മിനുസമാണത്. അത് വെച്ച് എന്ത് ചെയ്താലും വളരെ ഭംഗിയുണ്ടല്ലേ. ഇതുപോലെ നമ്മൾ കുറേ ഷേപ്പുകൾ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ടെയിലിന് വേണ്ടിയിട്ടാണ്, ടെയിലിനും അതുപോലെ തന്നെ 2 സൈഡിലേക്കും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ കുറച്ച് പോർഷനുകൾ നമുക്ക് ഇഷ്ടാനുസരണം കട്ട് ചെയ്യാം. ഇതാ ഒരു ഹെഡ് പോർഷന് വേണ്ടിയിട്ടാണ് കണ്ടില്ലേ, അത് സിമ്പിളായിട്ട് കണ്ടില്ലേ ആ റിബണിൽ തന്നെ നമുക്ക് മടക്കി വെക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. കണ്ടാ, വളരെ സിമ്പിളായിട്ട് മടക്കി ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി എടുക്കുന്നതേ ഉള്ളൂ. റിബൺ ആവുന്നതുകൊണ്ട് പെട്ടെന്ന് അത് ആ മടക്ക് അനുസരിച്ച് അങ്ങ് ഇളകി പോകും. അതുകൊണ്ട് B7000 സൂപ്പർ ഗം തന്നെയാണ്. അത് ഒട്ടിച്ചെടുക്കുകയാണ്. അത് വെച്ച് നമ്മൾ ഗ്ലൂ ഗണ്ണിൻ്റെ അതേ എഫക്റ്റാണ് ആ ഒരു B7000 എന്ന ഗം കണ്ടില്ല, 2 സൈഡും ട്രയാങ്കിളായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഹെഡ് പോർഷൻ അതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുത്തതിന് ശേഷം ലാസ്റ്റ് ഈ ഒരു സാറ്റൻ റിബണിൻ്റെ ഏതായാലും നമ്മൾ ലൈറ്റർ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ആ ഒരു ടെയിലിൻ്റെ പോർഷനുകളാണ് 2 എണ്ണം ഒരു സൈഡിലും 2 എണ്ണം വേറൊരു സൈഡിലും അപ്പുറവും ഇപ്പുറവും സെയിം ഈക്വലായിട്ടുള്ളത് കട്ട് ചെയ്തെടുത്ത് സെൻറ്ററിലേക്ക് ചെറിയ പീസസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ആ ബോഡിയിലേക്ക് ഞാനിപ്പോൾ കാണിച്ചത് തന്നെ ബോഡിയിലോട്ട് വെക്കാനായിട്ട് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് അതിനെ വീണ്ടും ഒന്നും കൂടി ഫോൾഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ഷേപ്പ് കിട്ടും. നമുക്ക് ആ ബോഡി കംപ്ലീറ്റ് കവർ ചെയ്തെടുക്കാൻ ഒരു 15 എണ്ണം ഒരു 10 എണ്ണം നമ്മൾ ചെയ്തങ്ങ് ഇട്ടിരുന്നാൽ മതി. എന്നിട്ട് ലാസ്റ്റ് കണ്ടില്ലേ ആ ഒരു ഷേപ്പ് നമുക്ക് ഒരുപാട് എണ്ണം ചെയ്ത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം ഓരോന്നും നമ്മൾ ചെയ്ത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ എല്ലാം കൂടി ചേർത്ത് നമുക്ക് പെട്ടെന്ന് അത് ഒട്ടിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ ചെയ്യാൻ വളരെ എളുപ്പത്തിലുള്ളൊരു ക്രാഫ്റ്റ് ഐറ്റമാണത്. എങ്കിൽ കാണാനോ വളരെ ഭംഗിയുള്ളതും. ഇത് നമുക്ക് വോൾ ഡെക്കറേഷനായിട്ടും ചെയ്തെടുക്കാം, ഒരുപാട് ചെയ്തെടുക്കാം. അല്ലാതെ നമ്മുടെ പ്രോജക്റ്റായിട്ടോ സ്കൂളുകളിൽ എക്സിബിഷൻ ടൈമിന് നമുക്ക് ചെയ്തുകൊണ്ട് പോകാൻ വിധത്തിൽ വേണമെങ്കിലും ചെയ്യാം. ഇതാ ഒരു ഹെഡ് പോർഷനാണ്. ഇതുപോലെ ഉണ്ടല്ലേ, ട്രയാങ്കിളായിട്ട് മടക്കി ബാലൻസ് പോർഷനുകൾ ലൈറ്റർ യൂസ് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം ലൈറ്റർ യൂസ് ചെയ്തൊന്ന് ചൂടാക്കുമ്പോഴത്തേക്ക് അത് അവിടെ ഒട്ടി അങ്ങിരുന്നോളും. അതിനുശേഷം നമുക്ക് B7000 എന്ന ഗം കൊണ്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് സാറ്റൻ റിബൺ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ സ്ലിപ്പായി പോവും. നല്ലതുപോലെ ഇറുക്കി അത് അമർത്തി പിടിച്ച്
ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാദ്യമേ അത് ലൈറ്റർ യൂസ് ചെയ്തൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് അത് ഒട്ടിച്ചെടുക്കുന്നത്. ഈ ലൈറ്റർ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ചൂടുണ്ട്. അപ്പോൾ അത് അപ്പോഴും തന്നെ അതൊന്ന് അമർത്തിയെടുക്കാമെങ്കിൽ പിന്നെ അതിൻ്റെ ഗമ്മിൻ്റെ ആവശ്യം വേണ്ടി വരുന്നില്ല. ഇതുപോലെ രണ്ട് സൈഡും ഫോൾഡ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് എടുക്കുക. അത് ആ ഒരു ഗം ഒരു കുറച്ച് സമയം മതി. പക്ഷേ നമ്മുടെ ആ ഒരു ഫെവി ബോണ്ടിനേക്കാളും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഗം തന്നെയാണ് ഈ B7000. നമ്മൾ ബുക്ക് സ്റ്റോളുകൾ ഒക്കെ കിട്ടുന്ന ഒരു ഗമ്മാണ്. നമ്മൾ ഈ ഡ്രസ്സിലും ഒക്കെ ഒട്ടിക്കാൻ പറ്റിയ ഒരു ഗം തന്നെയാണ്. കണ്ടില്ലേ, ഇതിപ്പോൾ ഹെഡ് പോർഷൻ നമ്മൾ നീറ്റായിട്ട്, അപ്പം ബാക്കിയെല്ലാം നമ്മൾ കവർ ചെയ്തെടുത്ത്, ഇത് നമ്മൾ ആ ടെയിലിന് വേണ്ടിയിട്ടാണ് കണ്ടില്ലേ ഓരോ പീസുകളായിട്ട് കട്ട് ചെയ്ത് ആദ്യമേ അതെല്ലാം നമ്മൾ ലൈറ്റർ യൂസ് ചെയ്ത് ഒന്ന് ചൂടാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കത് ഒട്ടിച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമുണ്ട്. ചെറിയ ചെറിയ പോർഷനുകൾ, അതിൻ്റെ ഏറ്റവും മുകളിലത്തെ പോർഷനാണ് അതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ക്രാഫ്റ്റ് ഐറ്റമാണിത്. കണ്ടില്ലേ, അത് പിന്നെ നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ സമയത്തെല്ലാം നമ്മൾ ആ ഒരു ലൈറ്റർ യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. ലൈറ്റർ യൂസ് ചെയ്തില്ലെങ്കിൽ ഈ സാറ്റോൺ റിബണിന് ഓരോ ഇഴയായിട്ടത് ഇളകിപ്പോകും. അതുകൊണ്ടാണ് 4 വശം കണ്ടില്ലേ ഇതുപോലെ മടക്കി വെക്കാനായിട്ട് ഒരു പോർഷനാണ് ഇതുപോലെ കട്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു ടെയിലിൻ്റെ 2 സൈഡും ഒട്ടിച്ചതിന് ശേഷം 2 സൈഡിലേക്കും 2 നീളമുള്ളതും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കുറവിലും കണ്ടില്ലേ, ഇതിത്രയും ആ ടെയിലിനുള്ളതാണ്. ആ ടെയിലിൻ്റെ ഒരു ഭംഗിയായിരിക്കും ഈ ഒരു ഫിഷിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല നീളത്തിലത് വളഞ്ഞു കിടക്കുന്ന നല്ലൊരു ഭംഗിയോടുകൂടി നമുക്ക് ആ ഒരു ടെയിൽ ചെയ്തെടുക്കാം. ഇതെല്ലാം കണ്ടില്ല ആ ഒരു സെൻറ്ററിൽ ഒട്ടിക്കാനുള്ളതാണ്. നമ്മൾ മടക്കി ട്രയാങ്കിളായിട്ട് മടക്കിയിട്ട് 2 സൈഡും വീണ്ടും നമ്മളത് മടക്കി B7000 എന്ന ഗം കൊണ്ട് ഒട്ടിച്ച് കുറച്ച് മാറ്റി എല്ലാ പോർഷനുകളും മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ആ ഒരു സിമ്പിളായിട്ട് കട്ട് ചെയ്തിരിക്കുന്നുണ്ട്, വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫിഷിൻ്റെ ഷേപ്പാണ് ബൈൻഡിൽ. ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഒരു സൈഡ് മാത്രമേ ഞാൻ കവർ ചെയ്യുന്നുള്ളൂ. 2 സൈഡ് വേണമെങ്കിലും നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ട് ചിട്ടയോടുകൂടി അടുക്കി ഒട്ടിച്ചടുക്കി ആ ഒരു സെൻറ്റർ തൊട്ട് മുകൾ ഭാഗം തൊട്ട് താഴെ വരെ ഒട്ടിച്ച് കഴിഞ്ഞ് ആ ഒരു ടെയിലും എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ് കണ്ടില്ലേ, മനോഹരമായിട്ട് നല്ലൊരു ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിച്ച് അത് വോളിൽ നമുക്ക് മനോഹരമാക്കി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്.